സർവാണി സദ്യക്ക് എത്തിയതാണോ? അതെ അതെ, യെസ് യെസ്, അതെ. എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. അതെ, സ്ഥിരമായിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ സദ്യ കഴിക്കാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടെ അടുത്താണല്ലോ വീട്, കോവിലകത്തിന്റെ അടുത്താണ് എൻ്റെ വീട്. ഒരു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും കൂടി ഒരു ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് നിലമ്പൂർ കോവിലകം ഇവിടെ ഈ ഒരു കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ നടത്തി വരുന്ന ഈ സദ്യ. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂള് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നൊരു പാസ് കിട്ടി കാർണിവലിൽ കാണാനുള്ളത് ഈ സദ്യ തുടങ്ങുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് സ്കൂളുണ്ടാവില്ല, ഞങ്ങളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കൂടി നിങ്ങൾക്ക് തന്നെ കാണാം, ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ലീവ് എടുത്ത് വരുന്ന ആളുകളുണ്ട്. ജാതി മേധ രാഷ്ട്രീയ ഭേദമന്യേ മറ്റുള്ള ജാതിക്കാരെല്ലാവരും കോവിലകത്തിൻ്റെ ഒരു ഉത്സവമാണെങ്കിൽ പോലും മറ്റുള്ള മതക്കാരെല്ലാവരും ഇതിന് വന്ന് ഈ ഭക്ഷണം ഇതിലൊരു പങ്ക് ചേരുക, ഒരു പിടി ചോറ് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മെസ്സേജ്. പേര്? എൻ്റെ പേര് അജ്മലാണ്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം ഈ ഭക്ഷണം കഴിക്കാൻ അവിടെ വരുന്നുണ്ട്. വയറ് നിറച്ച് കഴിക്കുക എന്നല്ല ഇതിൻ്റെ പ്രാധാന്യം, പക്ഷെ ഇതിലൊരു അംഗമായി ഒരു പിടി ചോറ് ഒരു ഭാഗമാകുക എന്നാണ് നമ്മളെ ഉൾക്കൊള്ളുന്നത്. ഇതുകൊണ്ട് 11,000-ഓളം ആളുകൾക്ക് ഇവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ആളുകൾ വരുന്നൊരു ചടങ്ങിൽ ഈ വളണ്ടിയേഴ്സ് നിങ്ങളുടെയൊക്കെ യുവാക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അതെ, ഇപ്പൊ ഞാനും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ നമ്മളും നിന്ന് കൊടുക്കലുമുണ്ട്. എന്നാലും പിന്നെ ഓരോ വ്യക്തികളും ഇത് സ്വാഭാവികമായിട്ട് നിയന്ത്രിച്ച് അവനാനെ തന്നെ നിയന്ത്രിച്ചിട്ട് ഇപ്പം ഈ കാണുന്ന SBT ബാങ്ക് വരെ കാണുന്ന ഈ വരി എല്ലാവരും അവരെ തന്നെ നിയന്ത്രിച്ചിട്ടാണ് ഇവിടെ ഈ ലൈനപ്പായിട്ട് വരുന്നത്. ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒന്നുമില്ല. എല്ലാ പോലീസിന്റെ സജ്ജീകരണങ്ങൾ, ആംബുലൻസ്, എല്ലാവിധ ആളുകളും ഇവിടെ കാണാം. ഇന്നത്തെ ഒരു ദിവസം ഇതൊരു നിലമ്പൂരിന്റെ ഒരു ഉത്സവം തന്നെയാണ്. തീർച്ചയായും നിലമ്പൂരിന്റെ വലിയൊരു ഉത്സവം അത് മറ്റുള്ള ആളുകളെ ഏറ്റെടുക്കുന്നു, മറ്റുള്ള ഇടങ്ങളിലെ ആളുകളെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തുടർന്നുകൊണ്ടിരിക്കുകയാണ് സർവാണി സദ്യ. നിലമ്പൂർ പാട്ടുത്സവവും വളരെ വിജയകരമായിട്ട്, നിലമ്പൂർ കളംപാട്ടും വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.